നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കണക്കുകളൊന്നും ഇനി ബാക്കി വയ്ക്കാൻ പാടില്ല. ലോക്ക് ചെയ്തിട്ട് പിള്ളേരെ അവിടെ കയറി നിൽക്കുക. ആദ്യം മോനെ, നിങ്ങൾ എന്തേ കാണിക്കുന്നേ? താഴെ ഇറങ്ങ്. ആദി മോനെ, ചാടല്ലേ. അങ്ങോട്ട് വരാം. വരണ്ട, ഇങ്ങോട്ടാരെങ്കിലും കേറി വന്നാലേ ഞാനും കല്യാണം താഴെ ചാടും. അയ്യോ, അപ്പടിയൊന്നും ചെയ്യக்கூடாது. അയ്യോ മോനെ, മോനെ, നിങ്ങൾ എന്തേ കാണിക്കുന്നേ? ടീച്ചറോട് ഞങ്ങൾ എന്തോരം പറഞ്ഞു അച്ഛനുമായിട്ടുള്ള കല്യാണത്തിൽ സമ്മതിക്കാൻ. ടീച്ചർ കേട്ടില്ലല്ലോ. അയ്യോ, ഞങ്ങൾ ഇവിടെ നിന്ന് ചാടി ചാവാൻ പോവാ. അയ്യോ മോനെ, ചാടല്ലേ. അമ്മ മക്കളോടൊന്നും പറയമ്മേ, അങ്ങനെയൊന്നും ചെയ്യരുതെന്ന്. മക്കളെ, ഹരി ഒന്ന് പറ. ഹരി, അതെ, നിങ്ങൾ അബദ്ധമൊന്നും കാണിക്കില്ലേ? അച്ഛൻ അങ്ങോട്ട് കേറി വരാം. വേണ്ട, ആരിങ്ങോട്ട് കേറി വന്നാലും ഞങ്ങൾ ചാടും. സത്യ പറയണേ. അമ്മാവ, വേണ്ട. അമ്മ കല്യാണത്തിന് സമ്മതിക്കാതെ ഞങ്ങൾ ഇറങ്ങില്ല. അമ്മേ. ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യം പിള്ളേരിങ്ങനെ ഓരോന്ന് കാണിക്കുന്നത്. അവർ കരുതിക്കൂട്ടിയായി ചെയ്യുന്നത്. എനിക്കറിയില്ല എന്താ ചെയ്യണ്ടെന്ന്. അമ്മാവ, അവരോടൊന്ന് പറ. അവരെ ഒന്ന് വിളിച്ചിറക്ക. അമ്മാവ. കല്യാണിക്കുട്ടി വാ മോളെ. ശരവണ, ഒന്ന് ചെല്ല്. എപ്പടി വേണം അവര് சொன்ன കേൾക്കാൻ മാട്ടെ. അമ്മ സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ? അല്ലെങ്കിൽ ഞങ്ങൾ ചാടാൻ പോവാ. അവരോട് മറുപടി പറയേണ്ടത് നീയാ. അവരുടെ കണ്ണിൽ പൊടിയിടാനെങ്കിലും കല്യാണം നടത്തിയേ പറ്റൂ. ഇല്ലെങ്കിൽ പിന്നെ മക്കള്. സമ്മതിക്ക് ടീച്ചറെ, നമ്മുടെ മക്കൾക്ക് വേണ്ടിട്ടല്ലേ. ആമാ ചേച്ചി, സമ്മതാണെന്നൊന്ന് പറ. ഹരിയേട്ടാ, ഒന്ന് പറ. ഹരിയേട്ടാ, അമ്മ സമ്മതിക്കണ്ടോ ഇല്ലയോ? കല്യാണി വാ. അങ്ങനെ ചെയ്യக்கூடாது. ചെയ്യരുത്. സമ്മതിച്ചു. നിങ്ങളുടെ ആഗ്രഹത്തിന് ഞാൻ സമ്മതിച്ചു. ഒന്ന് ഇറങ്ങി വാ. ടീച്ചർ വാക്ക് മാറ്റില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല. വാ. ശരവണ, നീ ചെല്ല്. ആമാ ഈശ്വര, ഞാനീ പറയുന്നതും ചെയ്യാൻ പോകുന്നതൊക്കെ മക്കൾക്ക് വേണ്ടി മാത്രമാണ്. പക്ഷെ ഒരു ഭാര്യയായിട്ട് നിങ്ങളോടൊപ്പം ജീവിക്കാൻ എന്നോട് പറയരുത്. അമ്മേ, ചാ. ഞങ്ങൾക്ക് സന്തോഷായി അച്ഛാ, ഒരുപാട് സന്തോഷായി. ഇനി ഞങ്ങൾക്ക് അച്ഛനും അമ്മയും ആയല്ലോ. മക്കളെ, ദൈവം നിങ്ങളെ രണ്ടുപേരെയും കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നിങ്ങളുടെ മാത്രമല്ല, എല്ലാവരുടെ ആഗ്രഹങ്ങളെയും നടക്കുന്നത് അല്ലേ സുജാതെ? ഇനിയെല്ലാം ഭഗവാന്റെ കയ്യിലെ രാമകൃഷ്ണേട്ടാ.
എന്താടാ നിനക്ക് അവളോട്? അല്ലെങ്കിൽ എന്താ അവൾക്ക് നിന്നോട്? ഞാനൊരു മൂത്തേശം നിലയ്ക്ക് അവരെ കണ്ടിട്ടുള്ളൂ. പക്ഷെ അവരെന്നെ കാണുന്ന അങ്ങനല്ല. കണക്കുകളൊന്നും ഇനി ബാക്കി വയ്ക്കാൻ പാടില്ല. എന്നെ കൊല്ലാൻ നോക്കിയാണവള്. എന്നെ ചതിച്ചിട്ട് മറ്റൊരുത്തന്റെ കൂടെ കിടന്നവളകള്. അങ്ങനൊന്നുമില്ല. ഇവളുടെ കഴുത്തില് ഇനി എന്റെ താലി വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.